നമ്മളിന്ന് ജോധ്പൂരിൽ നിന്ന് ഉദയ്പൂരിലേക്ക് പോവുകയാണ്. വെൽക്കം ടു രാജസ്ഥാൻ വ്ളോഗ് എപ്പിസോഡ് 4. രണ്ട് സൈഡിലും ആരവല്ലി മലനിരകളുള്ള റൂട്ടിലൂടെ നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് പോയാലാണ് ഉദയ്പൂരിലെത്തുക. രാജസ്ഥാനിലെ ബാക്കി സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഉദയ്പൂരിൽ തണുപ്പും കൂടുതലാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് രാജസ്ഥാനിലെ ഗ്രാമപ്രദേശത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇതാ അവിടുത്തെ ഒരു ബസ് അതാ പോകുന്നു. അപ്പോൾ നമ്മൾ ഉദയ്പൂർ പോണ വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കടയിൽ നിർത്തിയിരിക്കുക. ഇവിടെ ചായയുടെ വില എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ എന്തിലാണ് നല്ല ചെറുതിന് ഇത്ര ഉണ്ടാവുള്ളൂ, അതിന് 10, ഇത്രയാണെങ്കിൽ 15, പിന്നെ മറ്റേ മഡിൻ്റെ ഗ്ലാസ്സിലാണെങ്കിൽ 25. ചായയൊക്കെ ഇവിടുത്തെ നല്ലതാണ്, രസമുണ്ട്. പിന്നെ ഇവിടുത്തെ റോഡ് സൂപ്പറാണ്, ഹിൽ സ്റ്റേഷൻ പോലെ അടിപൊളിയല്ലേ. ഇതേ കണ്ടോ ഗൈസ്, പോകുന്ന വഴിക്ക് നമുക്ക് ന്യൂ രാജസ്ഥാൻ മാർബിൾസ്, അങ്ങനെയല്ല രാജസ്ഥാനിലെ മാർബിൾസ് ഒക്കെ എടുത്തിട്ടുള്ള പാറകൾ രണ്ട് സൈഡിലും കാണാൻ പറ്റും. അങ്ങനെ ഒരു ടണലൊക്കെ കടന്നു വന്ന് നമ്മൾ ഉദയ്പൂരിലെത്തി. ഇതാ ഈ കാണുന്ന സുഖ് ദുർഗ നിവാസ് എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു നമ്മളന്ന് താമസിച്ചത്. 2 ദിവസം നമ്മൾ ഇനി ഇവിടെ ഉണ്ടാവും. നമുക്ക് കാഴ്ചകളൊക്കെ പതുക്കെ കാണാം. ഹലോ, അപ്പോൾ നമ്മൾ ഇവിടെ ഉദയ്പൂരിലെത്തി. നമ്മുടെ ഹോട്ടൽ സുഖ് ദുർഗ നിവാസിലെത്തി. വരുന്ന വഴിക്ക് ഫുൾ മാർബിൾ, ഗ്രാനൈറ്റ്, ടൈൽസ്, ഫുള്ള് റോഡ് എല്ലാ 2 സൈഡിലും ഇതാണ്. അഹമ്മദാബാദ് ഇവിടുന്ന് അടുത്താണ്, 280 കിലോമീറ്ററിൻ്റെ അടുത്തെങ്ങാണ്ടും ഇവിടെ നിന്നു. വരുന്ന വഴിക്ക് പല തരത്തിലുള്ള വണ്ടികൾ കാണാം. ഇവിടുത്തെ ഓട്ടോറിക്ഷയ്ക്ക് വേറെ ടൈപ്പ് ഓട്ടോറിക്ഷ എല്ലാം മാറി. ജയ്പൂരിലൊക്കെ റെഡ് കളർ സ്റ്റോൺസും കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മാറി മാർബിളാവാൻ തുടങ്ങി. നല്ല രസമുണ്ട്, പോയി നോക്കിയിട്ട് പറയാൻ ബാക്കി എങ്ങനെയാണെന്നുള്ളത്. വരുന്ന വഴിക്ക് കുട്ടികളൊക്കെ കുറേ പട്ടം പറത്തുന്നതൊക്കെ കാണാം നമുക്ക്. അങ്ങനെ ഞങ്ങളുടെ റൂം കണ്ടപ്പോൾ ഞങ്ങളൊന്ന് അമ്പരന്ന് പോയി. ആ റൂമിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾ നമ്മളോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ റൂമല്ല, നമ്മുടെ റൂം താഴെ വേറെ റൂമാണ്. ആ റൂം പൂട്ടി ചാവി എടുത്ത് ഒരാളാ പോയി. ഇനി ആൾ തിരിച്ചു വന്നാലേ നമുക്ക് നമ്മുടെ റൂം കിട്ടുള്ളൂ. അതുവരെ നമ്മളിവിടെയാണ് നിൽക്കേണ്ടത്. തൽക്കാലത്തിന് റൂം ക്ലീൻ ചെയ്യാൻ ഒരാൾ വന്നു. റൂമിൽ ഫുള്ള് പൊടിയാണേ. ആളത് ക്ലീൻ ചെയ്ത് വാതിലടച്ച് ആ വഴിക്ക് ആളാ പോയി. നമ്മളിനി എങ്ങനെ പോകും? കാരണം എന്താ വെച്ചാൽ വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ അകത്തുനിന്ന് തുറക്കാൻ പറ്റില്ല. അതിനെ തുറന്ന് പുറത്ത് കിടക്കുന്നെങ്കിൽ പുറത്തുനിന്ന് ഒരാളുടെ സഹായം നമുക്ക് വേണം. ഒരു അരികു പോലും ഇല്ലാത്ത ഒരു ടെറസിൽ നിന്നിട്ടാണ് ഇതാ കുട്ടികൾ പട്ടം പറത്തി കളിക്കണത് അവിടെ. അങ്ങനെ റൂം ശരിയാവുന്ന സമയം കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോയി. ഇതാ ആദ്യം നമ്മൾ ഈ ജീലിലാണ് പോയത്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഉദയ്പൂരിലെ ലേക്ക് പിച്ചോളയുടെ ഭാഗമായിട്ട് ഈ ഭാഗത്തൊരു ബോട്ടിങ് നടക്കും, അവിടെയുള്ളത്. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല, നമ്മുടെ ചവിട്ടണ ബോട്ടില്ലേ, അത് ആരേനത്തിൻ്റെ ഹംസത്തിൻ്റെ ഒക്കെ ഷേപ്പിലുള്ളത്, അതൊക്കെ തന്നെ ഇവിടെ കാണാനുള്ളൂ. തണുപ്പ് തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ. അതന്നെ ഇവിടെ ഉള്ളൂ. ഇനി അടുത്ത സ്ഥലത്ത് പോയി നോക്കാം. ഇവിടുത്തെ തിരക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ കിലോമീറ്ററോളം നീളത്തിൽ ഇങ്ങനെ ഭയങ്കര ട്രാഫിക്, ഭയങ്കര തിരക്കാണ്. ഈ ആൾക്കാരൊക്കെ ഇത് കാണാനാണ് വന്നിരിക്കുന്നത്. അതെന്താന്ന് മനസ്സിലാവാത്തത്. ഇവിടെ കാണാനൊന്നും ഇല്ല, പക്ഷെ എല്ലാരും ഇത് നോക്കി ഇങ്ങനെ അത്ഭുതപ്പെട്ട് കുറെ നിൽക്കുന്നുണ്ട്. കുറെ വണ്ടികൾ ഇവിടെ ഉണ്ട്. ഞങ്ങളേതായാലും കണ്ട് ഇവിടുന്ന് പോവാ. ഹലോ, അപ്പോ ജയ്പൂരിലും ജയ്സൽമീറിലും തണുപ്പൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ വന്നേ. അവിടെ ഒന്നും വലിയ തണുപ്പുണ്ടായിരുന്നില്ല, പക്ഷെ ഉദയ്പൂരിൽ നല്ല തണുപ്പുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ ജാക്കറ്റ് ഒന്നും ഇല്ലാതെ വന്നേ. കുഴപ്പമില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇവിടെ എല്ലാവരും ജാക്കറ്റ് സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് നടക്കണേ. അപ്പോൾ നമ്മളിവിടെ ഒരു റോഡ് സൈഡിൽ ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. കുറച്ച് സ്ട്രീറ്റ് ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. സൈഡിലേക്ക് ഇവിടെ ഉണ്ടോ? ഇങ്ങനെ ഒരുപാടുണ്ട്. ആ സൈഡിലേക്കും ഈ സൈഡിലേക്കും ഒക്കെ ഉണ്ട്. ഇനി അത് കഴിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ഫ്രൈഡ് പനീർ മോമോസ്, പാവ് ഭാജി. ഹലോ, അപ്പോൾ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ.
കാണിച്ചു തരാം. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ, നല്ല തണുപ്പുണ്ട്. 11 ഡിഗ്രി ഉള്ളൂ ഇപ്പോൾ. ഇവിടെ കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ കഴിച്ചു കഴിഞ്ഞു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഒരു വൈറ്റ് കളറിലൊരു സംഭവം കൊണ്ടുവന്നു. എന്തോ അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്തോ നമ്മുടെ ചട്നിയിലൊക്കെ പഞ്ചസാരയൊക്കെ ഇട്ട പോലെ പുളിയും മധുരമൊക്കെ ഒരു ഐറ്റം. എനിക്കത് ഇഷ്ടമായില്ല. എനിക്ക് അങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്കത് മാത്രം ഇഷ്ടമായില്ല. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഉദയ്പൂർ വന്നിട്ട് ഹോട്ടൽ റൂമിൽ ഇരുന്നിട്ട് സന്ദേശ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ വിശേഷം ഇതൊക്കെയായിരുന്നു. നാളെ നമ്മൾ ലേക്ക് പിച്ചോളയും ഉദയ്പൂർ പാലസും ജഗദീഷ് ടെമ്പിളും അവിടുത്തെ സ്ട്രീറ്റ്സും ഒക്കെ കാണാൻ പോകുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.